നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് പക്കാവടയുടെ റെസിപ്പിയാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടീ ടൈം സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാനിവിടെ 2 കപ്പ് കടലമാവ് ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. 2 കപ്പ് കടലമാവിന് 1/4 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ചേർക്കുന്നത് മെയിനായിട്ട് ക്രിസ്പി ആയിട്ടുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ 2 ടീസ്പൂൺ വെളുത്ത എള്ള്. ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പക്കവടയ്ക്ക് എള്ള് ചേർക്കുമ്പോൾ. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, ഒരു നുള്ള് സോഡാപ്പൊടി, കുറച്ച് ഒരു നുള്ള് അയമോദകം ഞാൻ കയ്യിൽ നന്നായിട്ട് തിരുമ്പിയിട്ട് ഇതിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട്. പിന്നെ 2 ടീസ്പൂൺ തിളച്ച എണ്ണ. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നന്നായിട്ട് മിക്സ് ആയതിൻ്റെ ശേഷം വേണം വെള്ളത്തിൽ കുഴയ്ക്കാൻ. അപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറേശ്ശെ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇവിടെ ഞാൻ ടൈറ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അച്ചിന് എണ്ണ വെച്ചിട്ട് ഗ്രീസ് ചെയ്യാം. എന്നിട്ട് ഈ കുഴച്ച് വെച്ച മാവിനെ ഇതിലേക്ക് നിറയ്ക്കാം. ഇവിടെ ഞാൻ എണ്ണ മീഡിയമായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിഴിയണ സമയത്ത് ഫ്ലെയിം ലോ ആക്കിയിട്ട് എണ്ണയിലേക്ക് ഡയറക്റ്റായിട്ട് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ എണ്ണയിൽ പിഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വേണം പിഴിയാൻ. അപ്പോഴാണ് ഇത് നന്നായിട്ടൊന്ന് വെന്തിട്ട് കരിയാണ്ട് നമുക്ക് കിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് പതുക്കനൊന്ന് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം ഒന്ന് ഗോൾഡൻ യെല്ലോ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം മീഡിയം അല്ലെങ്കിൽ ഹൈ ആവുമ്പോൾ കരിയാനുള്ള ചാൻസ് കൂടുതലാണ്. വിരിഞ്ഞിട്ട് ഉള്ളത് കൊണ്ട് പക്കാവട ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഫ്രൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടും ചെയ്യും. അതേപോലെ അതിൻ്റെ കളറും കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് ഗോൾഡൻ യെല്ലോ കളറുള്ള സമയത്ത് കോരിയെടുത്താലും പുറത്തിരുന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് ഒന്നുകൂടി ഒന്ന് ഡാർക്കാവും. അപ്പോൾ ഒന്ന് ചുവക്കും. അപ്പോൾ ഇതിനെ എണ്ണയിൽ നിന്ന് ഞാൻ കോരിയെടുക്കുകയാണ്. കോരി എടുത്തതിന് ശേഷം ഇഷ്ടമുള്ള സൈസിന് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ മീഡിയമായിട്ട് ഞാൻ ഇതിനെ കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ ഇഷ്ടമുള്ള സൈസിന് കട്ട് ചെയ്യാം. എന്നിട്ട് ഒന്ന് കരിവേപ്പില എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഞാൻ പക്കവടനെ ഗാർണിഷ് ചെയ്യും. കരിവേപ്പിലയുടെ മണവും നല്ലൊരു മണമായിരിക്കും പക്കവടനെ ഗാർണിഷ് ചെയ്യുമ്പോൾ. കരിവേപ്പില ഫ്രൈ ചെയ്യുമ്പോഴും എണ്ണ കൂടുതൽ ചൂടാവേണ്ട ആവശ്യമില്ല. മീഡിയമായിട്ടുള്ള ചൂടോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലുണ്ടായാലും മതി. അപ്പോൾ കരിവേപ്പിലനെ കോരി എടുക്കുകയാണ്. കോരി എടുത്തതിന് ശേഷം ഇവിടെ ഉണ്ടാക്കി വെച്ച പക്കവട മേലെ ഗാർണിഷ് ചെയ്യാൻ എടുക്കാം. അവിടെ ഞാൻ ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ 2 കപ്പ് കടലമാവിന് 1/4 കപ്പ് അരിപ്പൊടി. എല്ലാം ഇൻഗ്രീഡിയൻസ് കയ്യിലിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് വേണം പച്ചവെള്ളം വെച്ചിട്ട് കുഴയ്ക്കാൻ. എണ്ണ മീഡിയമായിട്ട് ചൂടാക്കിയിട്ട് ഫ്ലെയിം ലോ ആക്കിയിട്ട് വേണം എണ്ണയിലേക്ക് ഡയറക്റ്റായിട്ട് പക്കവടനെ പിഴിയാൻ. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ഗോൾഡൻ യെല്ലോ കളർ വരെ മാത്രം ഫ്രൈ ചെയ്താൽ മതി. എണ്ണയിൽ നിന്ന് കോരി എടുത്താലും ചെറുതായിട്ടൊന്ന് കളറൊന്നും കൂടി ഒന്ന് ചോക്കും. അപ്പോൾ ഗോൾഡൻ യെല്ലോ കളർ ആകുമ്പോൾ കറക്റ്റായിട്ടുള്ള കളറ് വരും. പിന്നെ ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാക്കിയാൽ തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പക്കവട ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.